വയനാട് വെള്ളാർമല സ്കൂളിന് സ്നേഹസമ്മാനങ്ങളുമായി കോതമംഗലം മാർ ബേസിൽ സ്കൂൾ. കോതമംഗലം മാർ ബേസിൽ സ്കൂളും മാർ ബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി വയനാട് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് കായിക ഉപകരണങ്ങളും സമ്മാനങ്ങളുമായി വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. സ്നേഹയാത്ര കോതമംഗലം മാർത്തോമ ചെറിയപള്ളി അങ്കണത്തിൽ വെച്ച് കോതമംഗലം MLA ആന്റണി ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബേസിൽ സ്കൂളിലെ കുട്ടികൾ കായിക മേഖലയിൽ മാത്രമല്ല മാനുഷിക മൂല്യങ്ങളിലും മുൻപന്തിയിലാണെന്ന് MLA ആന്റണി ജോൺ പറഞ്ഞു. സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ വിവിധതരം സാമഗ്രികൾ അടങ്ങുന്ന വലിയൊരു ശേഖരണമാണ് ഈ കുട്ടികൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ തുടർച്ചയിൽ ഞാനിപ്പോൾ ഇവിടെ കായിക അധ്യാപകരടക്കം സൂചിപ്പിച്ചത്, ഇന്നിപ്പോൾ ഇതുവരെ സമാഹരിച്ച സാധനങ്ങളെല്ലാം ആ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്, സമാനതകളില്ലാത്ത ദുരന്തത്തെയാണ് വയനാട്ടിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം തങ്ങളുടെ സഹജീവികൾക്ക് സഹപാഠികൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രിയപ്പെട്ട കുട്ടികൾ ഇത്തരം ഒരു ഉദ്യമവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പള്ളി സ്വാഗതം അറിയിച്ചു. കായിക മേഖലയിൽ വർഷങ്ങളായി ദേശീയ അന്തർദേശീയ താരങ്ങളെ രാജ്യത്തിന് സമ്മാനിച്ച കോതമംഗലം മാർബേസിൽ സ്കൂളിലെ കുട്ടികളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി കഴിഞ്ഞ ഓഗസ്റ്റ് 14 മുതൽ 16 വരെ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ടൂർണമെന്റ് വഴി സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് പുതിയ കായിക ഉപകരണങ്ങൾ കുട്ടികൾ വയനാട്ടിലെ കുട്ടികൾക്കായി വാങ്ങിയത്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ KP മാത്യു കുന്നശ്ശേരി, KP ജോർജ് കൂത്തമറ്റം, ഡോക്ടർ റോയ് മാലിൽ, എൽദോസ് കട്ടക്കനായിൽ, ബാബു CK ചെറുപുറം, CA ജോസ് ടുണ്ടേക്കാട്ട് എന്നിവരും 100ഓളം കായിക വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് യാത്ര തിരിച്ചത്. കായിക അധ്യാപികയായ ഷിബി മാത്യൂസ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.